ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളകാപ്പിന് മുൻപ് തലേദിവസത്തെ അതുപോലെ തന്നെ വളകാപ്പിൻ്റെ അന്നത്തെ വീഡിയോ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്താട്ടോ. അതായത് നമ്മൾ ആ തലേദിവസം വൈകിട്ട് നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ചെറിയ ഇരുട്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പോയത്. ജസ്റ്റ് റിസോർട്ടിലൊക്കെ ചെന്ന് ഡെക്കറേഷനൊക്കെ നോക്കി അതുപോലെ തന്നെ സൗകര്യങ്ങളും അതുപോലെ തന്നെ റൂമൊക്കെ സെറ്റ് ചെയ്തൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ ടീം കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് നമ്മളും ലേറ്റായിട്ട് തന്നെ ഇറങ്ങിയത്. അനിയത്തിക്ക് മെഹന്തി ഇട്ട് അതൊന്നും ഉണങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവൾ റെഡിയായി കഴിഞ്ഞതിന് ശേഷമാട്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ടത്. അപ്പോൾ പിന്നെ അത് വെച്ചുകൊണ്ട് തന്നെ അവളും പോരുന്നുണ്ടെന്നും പറഞ്ഞ് പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഏകദേശം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അവളത് കഴുകി കളയുകയും ചെയ്തു കേട്ടോ. അപ്പം നല്ല മഴയുണ്ടായിരുന്നു. ഇടയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് മഴ കുറഞ്ഞു. അതുപോലെ തന്നെ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് റിസോർട്ടിലോട്ട് എത്താനായിട്ട് താമസിച്ചു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ക്യാമറയിൽ ക്ലാരിറ്റി കുറവായതുകൊണ്ട് തന്നെ അത്ര നല്ലതായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ലിവിങ് ഏരിയ. ഇവിടെ നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്ത് വെച്ച് നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഡൈനിങ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണ് നമ്മൾ ജസ്റ്റ് ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, അവിടെയൊക്കെ ഇരിക്കാൻ പാകത്തിന് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ. പുറത്തോട്ടൊരു ബാൽക്കണിയും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഇരുട്ടുണ്ട്, കാരണം നമ്മൾ വൈകിയാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. മോനാണെങ്കിൽ ഓടിക്കളിക്കുന്നത് കൊണ്ട് തന്നെ അവനാണ് ഒരു റൂമിൽ നിൽക്കത്തില്ല, എല്ലാ റൂമിൽ കൂടെ ഓടി നടക്കുമായിരുന്നു. കാരണം നമുക്ക് കുറച്ച് റൂം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫംഗ്ഷനായിട്ട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ്, അതിലൊരു മുറിയാണ്. ജസ്റ്റ് ഒരു മുറി നമ്മൾ ഓപ്പണാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ള റൂമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പുറത്താണ് നമ്മൾ സെറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് വലിയ ഡെക്കറേഷനൊന്നുമില്ല, സിമ്പിൾ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയി കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ. ഇടയ്ക്ക് നാത്തോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. വൈകിട്ട് രാവിലെ ആകുമ്പോൾ എല്ലാം സെറ്റാക്കും എന്നാട്ടോ പറഞ്ഞ്. അപ്പോൾ ഞാനും അനിയത്തിയും മോനും കൂടെ വാഷ് ഏരിയയുടെ അവിടെ പോയി അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. മോൻ്റെ ഓട്ടം കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അനിയത്തിയുടെ കൈ ഫോൺ കൊടുത്തിട്ട് ചെറുതായിട്ടൊരു വീഡിയോ, കാരണം നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമുക്കത്ര ഡീറ്റെയിൽ ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ അവളോട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എടുത്തു തരാനായിട്ട്. അപ്പോൾ ഡൈനിങ് ഏരിയ നമ്മുടെ ഫുഡെന്ന് പറയുന്ന ബൊഫേ സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിലും അടുക്കളയിലും നമുക്കൊരു ഡൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈനിങ് റൂമായിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വാഷ് ഏരിയ ഉണ്ട്. അപ്പം വൈകുന്നേരം ലേറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നിട്ട് മേലാട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വായിക്കോട്ടയൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സെക്കൻഡ് ഡേ ആണ്, അതായത് വളകാപ്പ് ദിവസമാട്ടോ. അപ്പോൾ വെളുപ്പിന് എണീറ്റ് നമ്മൾ റെഡിയായ ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും സാരി ആട്ടോ കൊടുത്തേക്കുന്നത്. അപ്പം എന്നെ അനിയത്തീനെ നാത്തൂനെയൊക്കെ അനിയത്തി തന്നെയാട്ടോ സാരിയൊക്കെ ഉടുപ്പിച്ചേക്കുന്നത്. അപ്പോൾ കുറേയധികം സാധനങ്ങളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് അവളെല്ലാം എടുത്തുകൊണ്ട് കാറിൽ കൊണ്ട് വെക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പം കുഞ്ഞും അമ്മയും കൂടെ ലാസ്റ്റ് ഇറങ്ങാനുള്ളതുകൊണ്ട് അവർ പുറത്തിറങ്ങിയിട്ട് ഡോർ ലോക്ക് ചെയ്യുക കേട്ടോ അമ്മ. ഇപ്പം അതിനുശേഷം നമ്മൾ പതുക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമുക്ക് കുറച്ച് വീടിൽ നിന്ന് തൊട്ട് താഴെ ഇറങ്ങിയാലാട്ടോ നമുക്ക് വണ്ടിയിലോട്ട് എത്തത്തുള്ളൂ. കാരണം നമ്മുടെ വീട് കുറച്ച് മലമുകളിലാണ് കയറിയിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് കുറച്ച് ഇറങ്ങിപ്പോയെങ്കിൽ മാത്രം, അത്ര നല്ല വഴികളൊന്നുമല്ല നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇറങ്ങിപ്പോയെങ്കിലാണ് റോഡിലോട്ട് എത്തത്തുള്ളൂ. അത് നാത്തൂനാണെങ്കിൽ കുറച്ച് പേടിയാണ്, കാരണം നമുക്ക് അവളെക്കാട്ടിലും ടെൻഷനാണ്. മഴയൊക്കെ പെയ്ത് മൊത്തം തെന്നി കിടക്കുന്നതുകൊണ്ട് തന്നെ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം മോൻ വരുന്നില്ല, ഞങ്ങളോട് പൊക്കോളം പറയണം, അവൻ്റെ അമ്മച്ചിയുടെ കൂടെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി നമ്മൾ പോവാട്ടോ. അപ്പം എല്ലാവരും ഉണ്ട്, അച്ഛൻ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അതുകൊണ്ട് അനിയത്തിക്ക് ഇരിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് അമ്മയുടെ മടിയിലാട്ടോ ഇരിക്കുന്നത്. മോനടുത്തിരുന്ന ഫോണിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ സെറ്റിംഗ് ഒക്കെ. അപ്പം അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. ഇത് റിസോർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പൂമാലയൊക്കെ ഇടാനുണ്ടായിരുന്നു. പൂമാലയൊക്കെ ഇട്ട് അതുപോലെ തന്നെ കുങ്കുമമൊക്കെ വെച്ച് കയ്യിലൊക്കെ ചന്ദനമൊക്കെ തേക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്.
ഇപ്പോൾ കാണുന്ന അവൾക്ക് പൂവ് വെച്ച് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അവർ നാത്തൂൻ എന്ന് പറയുന്ന തമിഴ് ബേസ് ആട്ടോ. അപ്പം അവർ കുറച്ചും കൂടെ അവരുടെ പൂവെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് ഉള്ള മുല്ലപ്പൂ വെച്ച് അവർ നല്ല തിക്കായിട്ട് കെട്ടിയേക്കുന്നത്. നമ്മളിവിടെ കിട്ടുന്ന ഓരോ പൂവായിട്ടായിരിക്കും കോർത്ത് കിട്ടുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം വെച്ച് അവർ സെറ്റ് ചെയ്ത് അവരുടെ രീതികളൊക്കെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ വെച്ച് നോക്കും. എനിക്ക് വളകാപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഫങ്ഷനൊക്കെ പങ്കെടുക്കുന്നത്. അവളുടെ ഓർണമെൻറ്റ്സ് ഒക്കെ അവൾക്ക് ഇട്ട്, അതുപോലെ തന്നെ പൂമാലയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞു. അകത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പുറത്ത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യുന്നതൊക്കെ. അതായത് പിന്നെ കസിൻസ് എല്ലാവരും വന്നിട്ടുള്ള മുഖത്ത് ചന്ദനം, അതായത് ഏകദേശം എനിക്കൊന്ന് ഹൽദിയൊക്കെ പോലെ ഒരു ചെറിയ സാമ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ പിന്നെ ഇതിന് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചന്ദനമൊക്കെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നാത്തൂൻ്റെ ചേട്ടൻ്റെ കൊച്ചാട്ടോ. അവരുടെ മടിയിലിരിക്കുന്ന ദൂരെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആൾ മടുത്തു. അവളുടെ വീട് ട്രിവാൻഡ്രത്താട്ടോ. അപ്പം അങ്ങോട്ടേക്ക് ഇനി പോകണം. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് തന്നെ ഫംഗ്ഷൻ തുടങ്ങിയിട്ട് അത്യാവശ്യം ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് അവരിവിടുന്ന് വന്നതും. അപ്പോൾ ഇപ്പോൾ ഇതെൻ്റെ അനിയത്തിയാട്ടോ വളയിട്ട് കൊടുക്കുന്നതൊക്കെ. അപ്പം നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പം ഞാൻ പൊട്ട് വെക്കുന്ന ഫോട്ടോസോ വീഡിയോസൊക്കെ കുറവാണ്. അപ്പം ഉള്ള ഫോട്ടോസ് കുറച്ച് ഫോട്ടോസുള്ള അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്ന കേട്ടോ. വീഡിയോസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഉള്ളത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്ന കേട്ടോ. അങ്ങനെ ഏകദേശം വൈകിട്ടൊക്കെ ആയപ്പോൾ തീർന്നു കേട്ടോ. അവർ റിസോർട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടാണ് പോയത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ചെറിയ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കൊട്ട് എടുക്കാനായിട്ടും പറ്റിയില്ല. അപ്പോൾ ഇത് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞുള്ള എൻ്റെ കോലമാട്ടോ. അപ്പോൾ അവർ 7 കൂട്ടം പലഹാരങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ അതിൽ മുക്കാലും നമ്മൾ എല്ലാവർക്കും കൊടുത്ത് കുറച്ച് വീട്ടിൽ ഇരിക്കുന്ന കേട്ടോ. മടുത്തു, ക്ഷീണിച്ചു. അതിൻ്റെ കൂടെ തന്നെ അവർ ഒരു സെറ്റ് ഇതുപോലെ റോസാപ്പൂക്കൾ കൊണ്ടുവന്ന്. എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കവർ നിറച്ചുണ്ട്. അപ്പോൾ എൻ്റെ മെഹന്തി കണ്ടില്ല, നല്ല ഡാർക്കായിട്ട് കിട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പോഴാണ് ഡാർക്കായത്. അതാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ അത് കാണിക്കുന്നത്. ഇനി അവരുടെ നിന്ന് റിട്ടേൺ ഗിഫ്റ്റിൽ കിട്ടിയൊരു വളയാട്ടോ ഞാൻ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട്